സുരക്ഷിത വിമാനത്താവളം എന്ന് പേരുകേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി പക്ഷികൾ. ഈ വർഷം മാത്രം 10 തവണയാണ് ലാൻഡിംഗ് വിമാനങ്ങളിൽ പക്ഷിയിടിച്ച് തകരാറുണ്ടായത്. അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് വഴി പക്ഷികൾ കൂട്ടമായി എത്തുന്നതും കോർപ്പറേഷൻ പിടിപ്പുകേടും അപകടത്തെ വിളിച്ചു വരുത്തുകയാണ്. അതീവ സുരക്ഷിതമായ വിമാനത്താവളം എന്ന് പേര് കേട്ടതാണ് തിരുവനന്തപുരം വിമാനത്താവളം. പല അടിയന്തര ലാൻഡിംഗ് ഉൾപ്പെടെ നടന്ന തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്ന്. പക്ഷേ അഹമ്മദാബാദ് അപകടത്തിന് പിന്നാലെ ആശങ്കയുടെ നാളുകളാണ് തലസ്ഥാനവാസികൾക്ക്. ഏതു കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കാൻ കഴിയുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് റൺവേയിൽ പക്ഷിശല്യം രൂക്ഷമാണ്. ഈ വർഷം ഇതുവരെ മാത്രം 10 തവണയാണ് ലാൻഡിംഗ് സമയത്ത് വിമാനങ്ങളിൽ പക്ഷികളിടിച്ച് തകരാറുകൾ ഉണ്ടായത്. നഗരസഭാ മേഖലയിലെ പലയിടങ്ങളിൽ നിന്നുള്ള അറവ് മാലിന്യങ്ങൾ അടക്കം വിമാനത്താവള പരിസരത്ത് കൊണ്ടിടുന്നത് പക്ഷിശല്യത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ അലംഭാവം നടത്തുന്നുവെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കി. മാലിന്യ പ്രശ്നം ഇത് രൂക്ഷമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും നഗരസഭ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് അപകടകരമായിട്ടുള്ള അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വിഷയം, ആ പ്രശ്നം, ആ അപകടം നമുക്ക് ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ അഹമ്മദാബാദിലെ അപകടം, ദുരന്തം കഴിഞ്ഞ സമയത്ത് ഇത് ശരിക്കും ഈ പക്ഷിയിടിയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ നഗരവാസികൾക്ക് വലിയ ആശങ്കയാണ്. അവർ അപകടം നേരിടേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ്. രാജ്യാന്തര വിമാനത്താവളത്തിൽ പക്ഷികൾ പതിവായി വിമാനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പക്ഷികളെ മാറ്റാനുള്ള നടപടികൾ മന്ദഗതിയിലാണ്. വിമാനത്താവളത്തിന് സമീപത്തെ മീൻ ഇറച്ചി വ്യാപാരത്തിന്റെ ഭാഗമായാണ് കൂട്ടമായി പക്ഷികൾ പറന്നിറങ്ങുന്നത്. കുന്നുകുഴി ആധുനിക അറവുശാല നിർമ്മിച്ച് നഗരത്തിലെ കശാപ്പ് ജോലികൾ അവിടേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും അതുണ്ടായില്ല. മാലിന്യ കൂമ്പാരം കിടക്കുന്നത് കൊണ്ടാണ് ഈ പക്ഷികൾ അവിടെ കൂടുന്നതും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അറവുശാല കുന്നുകുഴിയിലേക്ക് മാറ്റണമെന്നുള്ള തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പൂർണ്ണമായും അതും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് കോർപ്പറേഷൻ്റെ പല അനാസ്ഥകളും ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു അനാസ്ഥയാണ്. പക്ഷേ ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് അടിയന്തരമായി കോർപ്പറേഷൻ പരിഹരിക്കണം. കാക്ക, പരുന്ത്, മൂങ്ങ, കൊക്ക ഉൾപ്പെടെ റൺവേകളിൽ പറക്കുന്നത് ഇവിടേക്ക് വിമാനം ഇറക്കുകയും വിമാനം ഉയർത്തുകയും ചെയ്യുന്ന പൈലറ്റുമാർക്ക് ഭീഷണിയാവുകയാണ്. ഒരു അപകടം വന്നിട്ടാണോ പരിഹാരം കാണേണ്ടതെന്ന് നഗരസഭയും അധികൃതരും ഇനിയെങ്കിലും ചിന്തിക്കണം. ജനം, തിരുവനന്തപുരം.